സാർ, എവാക്സ് നമ്മുടെ പ്രേക്ഷകരിൽ ഏറിയ പേർക്കും അത്ര സുപരിചിതമായിരിക്കില്ല. എന്തായാലും ഈ പറയുന്ന പ്രതിരോധ നിരീക്ഷണ സംവിധാനമൊക്കെയാണ്. സാർ, ഈ എവാക്സ് തകർന്നു പാകിസ്ഥാൻ്റെ എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്താണ് ഈ എവാക്സ്, എപ്പോഴാണ് തകർന്നത്, ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. ഈ പാകിസ്ഥാൻ്റെ ഒരു എവാക്സ് വിമാനം തകർന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഞാൻ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് ഇപ്പോൾ കരയിൽ നമുക്ക് കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ശത്രുവിൻ്റെ ഇന്ന ഡ്രോൺ, ഇന്ന വിമാനം, ഇന്ന മിസൈൽ ഇന്നടത്തുനിന്ന് പൊങ്ങിയിരിക്കുന്നു, നമുക്കിത് തകർക്കണം എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ താഴെ നമുക്കുണ്ട്. ഇത് ആകാശത്തുള്ള അങ്ങനത്തെ സംവിധാനമാണ് എവാക്സ് എന്ന് പറയുന്നത്. അതായത് മൊബൈൽ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അതാണ് എവാക്സിൻ്റെ ഫുൾ ഫോം. എയർബോൺ കൺട്രോൾ ആൻഡ് വാർണിംഗ് സിസ്റ്റം, എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയാം. കാരണം ആകാശത്ത് നിന്നുകൊണ്ട് ഈ വിമാനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ റഡാർ സംവിധാനങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ വിമാനം ആണ് ഈ ശത്രുവിൻ്റെ വ്യോമതാവളങ്ങളിൽ നിന്ന് ഏതൊക്കെ വിമാനം ഉയർന്നിട്ടുണ്ട്, ഡ്രോൺ ഉയർന്നിട്ടുണ്ട്, എവിടെ നിന്ന് മിസൈൽ വിക്ഷേപിച്ചിട്ടുണ്ട് എന്നൊക്കെ മറ്റ് വിമാനങ്ങളെയൊക്കെ നമ്മുടെ വാക്സ് ആണെങ്കിൽ അറിയിക്കുന്നത് മുന്നറിയിപ്പ് സംവിധാനം. അതിന് തക്ക പ്രതിരോധം സംവിധാനങ്ങൾ പിന്നീട് ഉണ്ടാക്കുക. നമ്മുടെ എയർഫോഴ്സ്, കരസേന, വ്യോമസേന എല്ലാത്തിനെയും അറിയിക്കുന്നത് മൊത്തം ഇൻ്റഗ്രേറ്റഡ് കൺട്രോൾ സിസ്റ്റമാണ് ഇത്. ആകാശത്താണ് ഇതിൻ്റെ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ വിമാനം എന്നേ ഉള്ളൂ. എവാക്സ് വലിയ വിലയുള്ളതാണ്. എല്ലാ സേനകൾക്കും ഇത് പരിമിതമായിരിക്കും. ഇന്ത്യക്കുള്ളത് 5 പാകിസ്ഥാന് 9 ഉണ്ടായിരുന്നു. അതിൽ 4 ചൈനീസ് ആയിരുന്നു. ആ ചൈനീസ് എവാക്സ് വിമാനങ്ങളെ കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്യിച്ചിരുന്നതായിട്ട് വിവരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കും 5 ആയിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ ബൊലാരി വ്യോമ താവളം ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു എവാക്സ് തകർന്നിട്ടുണ്ട് എന്ന് ഇപ്പം സ്ഥിരീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മുൻ വ്യോമസേന മേധാവി എയർ മാർഷൽ മസൂദ് അക്തർ ആണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഷഹബാസ് ഷെരീഫും കുറെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിപ്പോൾ മുൻ വ്യോമസേന മേധാവി മസൂദ് അക്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെയ് 9-നും 10-നും ഇടയ്ക്ക് രാത്രി ആണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാണ്. അതിൽ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാരണം 11 വ്യോമകേന്ദ്രങ്ങൾ തകർത്തത് പിന്നത്തെ ദിവസമാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോഴാണല്ലോ അത് തകർന്നിട്ടുണ്ടാവുക. അപ്പോൾ ബ്രഹ്മോസ് ആക്രമണത്തിലാണ് തകർന്നത് എന്നും മസൂദ് അക്തർ സമ്മതിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് ആണ് അതിനെ തകർത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, അവർ, അതായത് ഇന്ത്യ, 4 ബ്രഹ്മോസ് സർഫസ് ടു സർഫസ്, അതായത് കരയിൽ നിന്ന് കരയിലേക്കുള്ള, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് കരയിലേക്കുള്ള, എയർ ടു സർഫസ്, അതെനിക്ക് ഉറപ്പില്ല. അദ്ദേഹം പറയുക സർഫസ് ടു സർഫസ് ആണോ എയർ ടു സർഫസ് ആണോ എന്ന് ഉറപ്പില്ല. പക്ഷെ ബ്രഹ്മോസ് 2 വേർഷൻ ഉണ്ടല്ലോ. ആ ബ്രഹ്മോസിൻ്റെ ആക്രമണത്തിലാണ് പാകിസ്ഥാന്റെ പൈലറ്റുമാര് വിമാനങ്ങൾ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു. ഈ ബൊലാരി നമ്മൾ ആക്രമിച്ചല്ലോ. അപ്പോൾ മിസൈലുകൾ വന്നുകൊണ്ടേയിരുന്നു. നിർഭാഗ്യവശാൽ 4ാമത്തെ മിസൈൽ ബൊലാരിയിലെ ഹാങ്ങറിൽ കിടന്ന് എവാക്സ് തകർത്തു. 4ാമത്തെ ബ്രഹ്മോസ് മിസൈൽ അത് കേടായി. അതിൻ്റെ കൂടെ ചിലരുടെ മരണവും സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ വൈമാനികരുടെ മരണവും അപ്പോൾ നമ്മൾ 11 വ്യോമതാവളങ്ങൾ ആക്രമിച്ചിരുന്നല്ലോ. അപ്പോൾ രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് ബൊലാരി 270 കിലോമീറ്റർ അകലെയാണ് ഈ ബൊലാരി വ്യോമതാവളം. സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ഉൾപ്പെടെ 50 പേര് ബൊലാരി വ്യോമതാവള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ്. വിമാനങ്ങളും തകർന്നിട്ടുണ്ട്. വേറെ വിമാനങ്ങളൊക്കെ അവിടെ തകർന്നിട്ടുണ്ട്. അത് വേറൊരു ചർച്ചയിൽ ഞാൻ പറയാം. ഈ എവാക്സ് എന്ന് പറയുന്നത് സ്വീഡനിൽ നിന്നുള്ള സാബ് എവാക്സ് വിമാനങ്ങളാണ് അവിടെ ഹാങ്ങറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വീഡിഷ് ഏറിയായി റഡാർ
സംവിധാനം ഉള്ളതാണത്. ARI റഡാർ സംവിധാനം ഘടിപ്പിച്ചതാണ്. 27 ഡിഗ്രി റഡാർ കവറേജ് ഈ വിമാനത്തിന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചുറ്റുവട്ടം 360 ഡിഗ്രിക്ക് കുറച്ചല്ലേ ഉള്ളൂ. 270 ഡിഗ്രി റഡാർ കവറേജ് അതിന് കിട്ടും. അതായത് ഒരു സാധാരണ വിമാനത്തിൽ റഡാർ സംവിധാനങ്ങളൊക്കെ ഘടിപ്പിച്ച് എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ട് ആകാശത്ത് നിന്ന് കാര്യങ്ങൾ കണ്ട് വിവരങ്ങൾ കൊടുക്കുന്ന വിമാനമാണ് ഈ എവാക്സ് എന്ന് പറയുന്നത്. പിന്നെ ZDK-03 കാരക്കോരം ഈഗിൾ എവാക്സ് വിമാനവും അവിടെ ഉണ്ടായേക്കാം. അത് ചൈനീസ് AESA റഡാറുള്ള വിമാനമാണത്. ചൈനീസ് എവാക്സ് ആണ് ആ പറയുന്നത്. അതും അവിടെ ഉണ്ടായേക്കാം എന്ന് പറയുന്നുണ്ട്. ഈ ബൊലാരി എന്ന് പറയുന്നത് താരതമ്യേന പുതിയ താവളമാണ്, പാകിസ്ഥാൻ്റെ വ്യോമതാവളം. ഷഹീൻ 9 സംയുക്ത അഭ്യാസം അവിടെ ഈ ചൈനയുമായി 2020 ബൊലാരിയിലാണ് നടന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ ചൈനീസ് വ്യോമസേനയുമായിട്ട്. 2017 ഡിസംബറിലാണ് ഈ വ്യോമതാവളം ഉണ്ടായത്, പണിതീർന്ന് ഉണ്ടായത്. അപ്പോൾ മെയ് 10 ഇന്ത്യ 11 കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. അതാണ് ഈ എയർ മാർഷൽ, പാകിസ്ഥാൻ എയർ മാർഷലുമായിട്ട് പറഞ്ഞതുമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. 9-10 രാത്രി എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, 10-നും 11-നും ഇടയ്ക്കാണ് നമ്മൾ ആക്രമിച്ചത്. മെയ് 10 രാത്രി കഴിഞ്ഞാണ് നമ്മൾ 11 കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. 11 സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിൽ 5 പേര് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിരുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ചീഫ് ടെക്നീഷ്യൻ ഔറംഗസേബ് കൊല്ലപ്പെട്ടു എന്നും പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എവാക്സ് വളരെ പരിമിതമാണല്ലോ, അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഉള്ളത്. ഇന്ത്യക്ക് 5 എണ്ണം ആണുള്ളത്. അപ്പോൾ എവാക്സ് ഒരു രാജ്യത്തിന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ നഷ്ടമായിട്ടാണ് കരുതുന്നത്. ഇത് നമ്മൾ ഈ പ്രധാന നിരീക്ഷണ വിമാനമാണിത് ഓരോ രാജ്യത്തിൻ്റെയും, എവാക്സ് എന്ന് പറയുന്നത്. പാകിസ്ഥാന് 9 എണ്ണം ഉണ്ടായതായിരുന്നായിട്ടാണ് കരുതുന്നത്. 2006 4 സാബ് 2000 എയറായി സ്വീഡനിൽ നിന്ന് 4 എണ്ണം വാങ്ങിച്ചിരുന്നു 2006. പിന്നെ ഈ 4 2DK-03 എവാക്സ് ചൈനയിൽ നിന്ന് 2008 വാങ്ങിച്ചിരുന്നു. എന്നിട്ട് ഇത് ലോങ് റേഞ്ച് റഡാർ സർവെയിലൻസ് സംവിധാനം ഉള്ളതാണ് ഈ എവാക്സ് വിമാനങ്ങൾ. കമാൻഡ് ആൻഡ് കൺട്രോൾ ഓഫ് എയർ ഡിഫൻസ്, അതാണ് ഈ വിമാനത്തിൻ്റെ പണി. അതല്ലാതെ ഈ വിമാനമായിട്ട് വേറെ വിമാനങ്ങളെ വെടിവെച്ചിടുക, ഇതിൽ നിന്ന് മിസൈൽ അയക്കുക, അങ്ങനെയല്ല. ശത്രു രാജ്യത്തിൽ എന്തൊക്കെ നടക്കുന്നു കരയിലും വ്യോമ ആകാശത്തുമൊക്കെ എന്ന് വിവരം കൊടുക്കുന്ന വിമാനമാണിത്. ലാർജ് റഡാർ ഡോം അതിനുണ്ട്. ഡിറ്റക്ട്, ട്രാക്ക്, ഐഡൻറ്റിഫൈ, ഇതാണ് പണി. എയർ ആൻഡ് സർഫസ് കോണ്ടാക്ട്സ് ഓവർ വാസ്റ്റ് ഡിസ്റ്റൻസസ്, വളരെ വിസ്തൃതമായ മേഖലയിൽ ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണി കണ്ടെത്തി വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. റിയൽ ടൈം സിറ്റുവേഷണൽ അവയർനെസ്, ഇപ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതറിയിക്കുക. അത് കഴിഞ്ഞിട്ട് ആകാശ ഓപ്പറേഷനുകൾ ഏകോപിപ്പിക്കുക. ഇതാണ് ഇന്ന സ്ഥലത്തേക്ക് മിസൈൽ അയക്കുക, ഇന്ന സ്ഥലത്തേക്ക് ഡ്രോൺ അയക്കുക, ഇന്ന സ്ഥലത്തേക്ക് വിമാനം അയക്കുക എന്നൊക്കെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന സംവിധാനമാണിത്. അപ്പോൾ ലാൻഡ്, സീ, എയർ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യാണ്. ട്രാൻസിറ്റ് ഇൻഫർമേഷൻ ടു ദി യൂസേഴ്സ് ഓൺ ലാൻഡ്, സീ, എയർ. അതാണ് കര, വ്യോമ, നാവിക സേനകൾക്കൊക്കെ വിവരങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഏകോപിപ്പിച്ച ആക്രമണങ്ങൾ ശത്രുവിനെതിരെ നടത്തുക. അതെപ്പോഴും ഒരു രാജ്യത്തിൻ്റെ ക്രിട്ടിക്കൽ അസറ്റായിട്ടാണ് കാണുന്നത് ഈ എവാക്സിനെ. അപ്പോൾ മൾട്ടിപ്പിൾ ഹൈ വാല്യൂ റോൾസ് എവാക്സ് വിമാനത്തിനുണ്ട്, ഭിന്ന ജോലികളുണ്ട്. അപ്പോൾ
ഈ വിദൂരങ്ങളിൽ ഈ ശത്രുവിൻ്റെ ലക്ഷ്യങ്ങളെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന ജോലിയാണുള്ളത്. അപ്പോൾ ഫൈറ്റർ ജെറ്റുകൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഇതിനെയൊക്കെ ഏകോപിപ്പിക്കുന്ന പണിയും ഇതിനുണ്ട്. ഫ്ലൈയിങ് കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ്, അതാണ് എവാക്സ്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ് സംവിധാനമാണ്. അപ്പോൾ 2024 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനീസ് എവാക്സിനെ പാകിസ്ഥാൻ റിട്ടയർ ചെയ്യിച്ചിരുന്നു. 2017 2020 3 കൂടി ഈ എറായി, ഈ സാബില്ലേ സ്വീഡനിൽ നിന്ന് വാങ്ങിച്ചിരുന്നു എന്നാണ് വിവരം. അപ്പോൾ നമ്മൾ വെടിവെച്ചിട്ടത് ഈ സാബ് 2000 എറായി സ്വീഡിഷ് എവാക്സ് ആകാനാണ് സാധ്യത. 5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ റേഡിയസ് ഇതിൽ പണിയെടുക്കാം. ഹൊറിസോണ്ടൽ 60,000 അടി വെർട്ടിക്കലി അതിന് പറക്കാം, സംവിധാനമൊക്കെ നടത്താം. 9 മണിക്കൂർ പറന്നുകൊണ്ടേയിരിക്കാം എവാക്സിന്. 3705 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. ഇന്ത്യക്ക് 5 എവാക്സാണുള്ളത്. 3 ഇസ്രയേൽ ECM-2090 ഫാൽക്കൺ സിസ്റ്റംസ് മൗണ്ടഡ് ഓൺ റഷ്യൻ IL-76A ഹെവി ലിഫ്റ്റ് ജെറ്റ്സ്. അതായത് റഷ്യൻ ജെറ്റ് വിമാനം IL-76A, അതിൽ റഷ്യൻ ഫാൽക്കൺ റഡാറുകൾ ഫിറ്റ് ചെയ്തതാണ് നമ്മുടെ എവാക്സ്. അതാണ് സംഭവം. പിന്നെ 2 നേത്ര MK-1 സിസ്റ്റംസ്, റഡാർ സിസ്റ്റംസ് മൗണ്ടഡ് ഓൺ ബ്രസീലിയൻ എംബ്രയർ ജെറ്റ്സ്. അത് 2017 ചെയ്ത. ബ്രസീലിൽ നിന്ന് എംബ്രയർ വിമാനങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ നേത്ര റഡാർ ഘടിപ്പിച്ചതാണ്. പിന്നെ നമ്മുടെ 2 3 റഷ്യൻ ഇസ്രയേൽ, 2 ബ്രസീൽ, നമ്മുടെ തന്നെ നേത്ര. ഇതാണ് നമ്മുടെ 5. എന്തായാലും ഈ എവാക്സിനെ തകർത്ത് പാകിസ്ഥാന് നികത്താനാവാത്തൊരു നഷ്ടമായി മാറി അവർ തന്നെ സമ്മതിക്കുകയാണ് ഇപ്പം, അല്ലേ? ഇനി സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായാൽ അവരെന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയില്ലേ ഉണ്ടല്ലോ. അതായത് നമ്മളെ എവിടെ വേണമെങ്കിലും കയറി ആക്രമിക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. സ്ഥിരീകരണങ്ങൾ വരുന്ന ആഴ്ചയാണിപ്പോൾ. അതാണ്, വേറെയും കാര്യങ്ങളൊക്കെ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്തിനായാലും ഒരു എവാക്സ് വിമാനം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് യുദ്ധരംഗത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.